ഏവർക്കും ശ്രീവത്സം സിൽക്സിന്റെയും 999 ബ്ലെൻഡ് ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ. ഹൈന്ദവ വിശ്വാസങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ച CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് പന്നി എന്ന് വിശ്വസിക്കുന്നവരാണ് BJP-ക്കാർ. ചൈനയിൽ പാമ്പിനെ കഴിക്കുമ്പോൾ ഇവിടെ പാമ്പിനെയും കുരങ്ങിനെയും പൂജിക്കുന്നു. വിചിത്രമായ രീതിയിലാണ് ഇവിടെങ്ങും നടക്കുന്നതെന്നും CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു കോന്നിയിൽ വനംവകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു. പാമ്പിനെ ദൈവമായിട്ടൊന്നും ആരും കാണുന്നില്ല, ഹിന്ദുക്കളാരും കാണുന്നു. സർപ്പക്കാവുകൾ സർപ്പങ്ങളെ കൊല്ലാതിരിക്കാൻ വേണ്ടി ആരാധിക്കുന്നുണ്ടല്ലോ. നാഗരാജ ക്ഷേത്രങ്ങൾ തന്നെ. പന്നി നാട്ടിലിറങ്ങിയാൽ ജനങ്ങൾ വെടിവെച്ച് കൊല്ലുമെന്നും അവിടെ കേസുമായി വന്നാൽ ഫോറസ്റ്റുകാരെ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിൽ RSSകാർ എതിരാണ്. പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമില്ല. കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാരിന് മനുഷ്യനല്ല പ്രശ്നം, കുരങ്ങും പന്നിയും പാമ്പുമൊക്കെയാണ് പ്രധാനം. ഓരോ വനത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വന്യജീവികളെ കുറിച്ച് സർവേ നടത്തണം. മഹാവിഷ്ണു പന്നിയുടെ അവതാരമെടുത്ത് അങ്ങനെ പന്നിയുടെ അവതാരമെടുത്തിട്ട് ഭൂമിയെ ഈ പന്നിയുടെ തേറ്റ കൊണ്ട് കുത്തി സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിച്ചു എന്നാണ് ഇവരുടെ വിശ്വാസം. ഈ മണ്ഡപത്തിയൊക്കെ മനസ്സിലാകണ്ടേ, ഭൂമി ചുരുട്ടിയാൽ സമുദ്രവും ചുരുളപ്പില്ലേ. എന്നിട്ട് കഥ വളരെ വിചിത്രമായ കഥകളാണ് ഇവർ പ്രചരിക്കുന്നത്. എന്നിട്ട് ഈ ഭൂമിയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് പരാഗമായിട്ടൊരു സ്നേഹം, അങ്ങനെയാണല്ലോ നമ്മുടെ നരകാസുരനുണ്ടാക്കിയത്. ഈ രീതിയിലുള്ള പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. അതിനപ്പുറമുള്ളതിനെ വെടിവെച്ച് കൊല്ലണം. വന്യജീവികൾ വനത്തിൽ താമസിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്നാൽ വനത്തിന് വെളിയിൽ ഇറങ്ങിയാൽ ഞങ്ങൾ അതിനെ നേരിടുമെന്നും പ്രകോപനപരമായ പ്രസംഗത്തിൽ ഉദയഭാനു പറഞ്ഞു. നിയമം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. നിയമം അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും കിട്ടുമായിരുന്നോ എന്നും ഉദയഭാനു ചോദിച്ചു. നിയമം കാണിച്ചു വിരട്ടണ്ട. ഫോറസ്റ്റുകാരെന്ന് പറയുന്ന കുറെ ആളുകൾക്ക് മനുഷ്യനുമായി ബന്ധമില്ലാത്തവരാണെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് അവർക്കറിയില്ല. പാവപ്പെട്ട കൃഷിക്കാരുടെ വേദന കാണാൻ കഴിയുന്നില്ല. പന്നി മാത്രമല്ല, ആനയായാലും പുലിയായാലും കടുവയായാലും നാട്ടിലിറങ്ങുന്നതിനെതിരെ നാട്ടുകാർ സംഘടിക്കണം. അതിന് തോക്കിന് ലൈസൻസ് ഒന്നും വേണ്ട. പാർട്ടി നോക്കിയല്ല പന്നി കൃഷി നശിപ്പിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെയും BJP-ക്കാരുടെയും കൃഷി നശിപ്പിക്കും. അതിനാൽ എല്ലാവരെയും ഉൾപ്പെടുത്തി കൃഷിയെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് വേണ്ടത്. മനുഷ്യരുടെ ജീവിതത്തിന് എന്തു വിലയാണ് ഈ രാജ്യത്തുള്ളതെന്നും KP ഉദയഭാനു ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല. ഈ ഓണത്തിന് പന്തളം KSRTC സ്റ്റാൻഡിന് സമീപം പന്തളം കാർണിവൽ സെപ്റ്റംബർ 29 വരെ നീട്ടിയിരിക്കുന്നു. അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഹലോ, നമസ്കാരം. ഞാൻ അനൂപ് സൂര്യ. ഞാനും വന്നിരുന്നു പന്തളത്ത് ഈ മേള കാണാനായിട്ട്. അപ്പൊ നിങ്ങളും കാണുമല്ലോ അല്ലേ? കൊള്ളാം, അടിപൊളിയാണ്.